ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ടും വിസ ഇതുവരെ ക്യാൻസൽ ചെയ്ത് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തു തരാൻ നിങ്ങളുടെ എംപ്ലോയർക്കോ സ്പോൺസർക്കോ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇവർ രണ്ടുപേരും നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴി ഒരു പരാതി കൊടുക്കാവുന്നതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പഠിച്ച് അതിനൊരു പരിഹാരം ലേബർ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത്തരത്തിലൊരു പരാതി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴിയോ അല്ലെങ്കിൽ ലേബർ കോടതി വഴിയോ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് നൽകുന്നതാണ്. ഇതുകൂടാതെ വിസ ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന എല്ലാ തൊഴിലാളികൾക്കും പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് മാറുന്നതിനോ ഏകദേശം ഒരു 30 ദിവസത്തെ ഗ്രേസ് പീരീഡും കൂടി ലേബർ നിയമം നൽകുന്നതാണ്. ഇനി ട്രാഫിക് ആലോചിച്ച് ഭയപ്പെടേണ്ട, ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തും. എങ്ങനെയാണെന്നല്ലേ? എമിറേറ്റിലെ ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴി തുറക്കുന്ന ദുബായ് മെട്രോ ബ്ലൂ ലൈനിലെ ആദ്യ സ്റ്റേഷന്റെ ശിലാസ്ഥാപനം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിർവഹിച്ചു. ബ്ലൂ ലൈൻ ദുബായിലെ സുപ്രധാന തിരക്കു പിടിച്ച സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോകുക. അതും 30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 14 സ്റ്റേഷനിലൂടെയാണ് പോകുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ ഗതാഗത കുരുക്ക് 20% കുറയുമെന്നാണ് അധികൃതർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പോലീസ് ബ്രാൻഡ് ആരാണെന്ന് അറിയുമോ? എന്ന വളരെ അഭിമാനത്തോടെ UAE താമസിക്കുന്നവർക്ക് പറയാം, അത് നമ്മുടെ ദുബായ് പോലീസ് ആണെന്ന്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ദുബായ് പോലീസാണ് 1ാം സ്ഥാനം നേടിയത്. 10 രാജ്യങ്ങളായി നടത്തിയ താരതമ്യ പഠനത്തിന് ശേഷം ദുബായ് പോലീസ് സേനയ്ക്ക് AAA+ റേറ്റിംഗും 10ൽ 9.2 സ്കോറും ലഭിച്ചു. ദുബായ് പോലീസിന്റെ അസാധാരണമായ പ്രകടനത്തെ വിലയിരുത്തിയാണ് ഇങ്ങനൊരു അംഗീകാരം ലഭിച്ചത്. 3 മാസത്തിനുള്ളിൽ ദുബായിൽ ജോലി, ലാൻഡ് ചെയ്താലുടൻ കൂട്ടിക്കൊണ്ടുപോകാൻ കമ്പനി പ്രതിനിധി. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അധികൃതർ പറയുകയാണ്. പലരും പണം കൊടുത്തതിന് ശേഷമാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ രജിസ്ട്രേഷനുള്ള കമ്പനികൾക്ക് മാത്രമേ ആളുകളിൽ നിന്ന് പണം വാങ്ങി വിദേശത്ത് റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കൂ. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന വീഡിയോസും പരസ്യങ്ങളൊക്കെ കണ്ട് അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി അറബി ഭാഷ നിർബന്ധമായും പഠിക്കണം. സ്വകാര്യ നഴ്സറി KG ക്ലാസുകളിൽ ആഴ്ചയിൽ 4 മണിക്കൂർ അറബി പഠനത്തിനായി മാറ്റിവെക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് പറഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ മാതൃഭാഷയിൽ ശക്തമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വർഷം 4 മണിക്കൂറും അടുത്ത വർഷം 5 മണിക്കൂറും അറബി ഭാഷ പഠിപ്പിക്കുന്നതാണ്. അറബി സംസാരിക്കുന്ന കുട്ടികൾക്കും അറബി അറിയാത്ത കുട്ടികൾക്കും 2 രീതിയിലായിരിക്കും പഠനം.